വിശ്വപ്രസിദ്ധ മസാറുകളിൽ ഒന്നായ അജ്മീർ ഷെരീഫിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ ചാരത്തേക്കാണ് ഈ യാത്ര. 8 നൂറ്റാണ്ടുകാലമായി അജ്മീറിൽ വിശ്രമിക്കുന്ന ഒരാളാണ് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു തൻ്റെ അധികാരികൾക്ക് എഴുതിയ കത്തിൻ്റെ വാചകത്തിലുള്ളൂ. വ്യത്യസ്ത വിശ്വാസക്കാരും ജാതിമതസ്ഥരുമായ 10,000 ദർഗയുടെ പരിസരങ്ങളിൽ ജീവിക്കുന്നു. അനാഥകളും അഗതികളും മാത്രമല്ല, അന്ധരും ബധിരരും മൂകരും നിരാലംബരുമായ സഹസ്രങ്ങൾ അജ്മീർ ദർഗ ആശ്രയിച്ച് ഉപജീവനമാർഗവും മറ്റും നടത്തിപ്പോരുന്നു. ജീവിതകാലത്ത് പാവങ്ങളുടെ ആശ്രയം അഥവാ ഗരീബ് നവാസ് ആയിരുന്നെങ്കിൽ മരണശേഷവും അത് മാറ്റമില്ലാതെ തുടർന്നു പോരുന്നു. ഖാജ തങ്ങളുടെ പൂർണ്ണനാമം സയ്യിദ് ഷെയ്ഖ് മുഈനുദ്ദീൻ ഹസൻ റളിയല്ലാഹു അൻഹു എന്നാണ്. ഹിജ്റ 522 ഇറാനിലെ സജിസ്ഥാനിലാണ് ജനനം. അഗാധ പാണ്ഡിത്യത്തിൻ്റെ ഉടമയും വലിയ ധർമ്മിഷ്ഠനുമായിരുന്ന പിതാവ് ഷിയാസുദ്ദീൻ സഞ്ചരിയുടെ ശിക്ഷണത്തിലായിരുന്നു പ്രാഥമിക പഠനം. തൻ്റെ പിതാവിൻ്റെ മരണശേഷം ലഭിച്ച കൃഷിയിടത്തിൽ നനച്ചുകൊണ്ടിരിക്കെ സൽവൃത്തരിൽപ്പെട്ട സാത്വികനായ ഒരു മനുഷ്യൻ അവിടേക്ക് കടന്നു വന്നു. അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി പഴങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് സൽക്കരിച്ചു. ഷെയ്ഖ് ഇബ്രാഹിം എന്ന പേരിൽ പ്രസിദ്ധനായ മജൂദൂബായിരുന്നു അത്. കുട്ടിയുടെ പ്രവർത്തനത്തിൽ സന്തുഷ്ടനായ ആ മഹാൻ തൻ്റെ ഭാണ്ഡം തുറന്ന് അതിൽ നിന്നും ഒരു പഴമെടുത്തു കൊടുത്തു. പിൽക്കാലത്ത് വരാനിരിക്കുന്ന മഹാനായ ഒരു ധാർമ്മിക വിപ്ലവ നായകന് ഊർജം പകരുകയായിരുന്നു ഷെയ്ഖ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. ഈ സംഭവത്തോടെ സമ്പാദ്യം മുഴുവൻ ദാനം ചെയ്ത് പഠനവും ജനസേവനവും ലക്ഷ്യമാക്കി അദ്ദേഹം യാത്ര തുടർന്നു.